എല്ലാ മാന്യ പ്രേക്ഷകർക്കും GV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഹോം തിയേറ്ററിൻ്റെ ഏറ്റവും അനിവാര്യ ഘടകങ്ങളിൽ ഒന്നാണ് ഡിസ്പ്ലേ അഥവാ പ്രൊജക്ഷൻ സിസ്റ്റം. അതിപ്പോൾ നിങ്ങൾ TV ചൂസ് ചെയ്യുകയാണെങ്കിലും പ്രൊജക്ടർ ചൂസ് ചെയ്യുകയാണെങ്കിലും എത്തരത്തിലുള്ള TV അതല്ലെങ്കിൽ എത്തരത്തിലുള്ള പ്രൊജക്ടർ ചൂസ് ചെയ്യുന്ന ആസ്പദമാക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഓവറോൾ എക്സ്പീരിയൻസ്. അപ്പോൾ പ്രൊജക്ടേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാം, പിന്നെ ഏറ്റവും കുറഞ്ഞ LED പ്രൊജക്ടേഴ്സ് മുതൽ ഏറ്റവും അങ്ങേ അറ്റം വരെ ടെക്നിക്കലി സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ടേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ബ്രാൻഡുകളും അവൈലബിൾ ആണ്. ഇപ്പം താഴെ തട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സെബ്രോണിക്സ്, E-ഗേറ്റ്, അവിടെ നിന്ന് പിന്നെ പതുക്കെ എപ്സൺ, ബെൻക്യൂ, ഒപ്റ്റോമ, അതല്ലെങ്കിൽ പിന്നെ ഐവോൾ, അങ്ങനെ പല പ്രൊജക്ടേഴ്സും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ബെൻക്യൂയുടെ 5800 കുറിച്ചാണ്. അപ്പോൾ അതൊരു അടിപൊളി പ്രൊജക്ടറായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായും പോയിട്ട് ഒന്ന് കാണുക. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ബെൻക്യൂയുടെ ആ 5800 പിന്നെ ഇറക്കിയപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന നിലയിൽ ഒപ്റ്റോമ ഒരു പുതിയൊരു ലേസർ പ്രൊജക്ടർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ചെയ്യാനുള്ളത്. ആ ലേസർ പ്രൊജക്ടറിൻ്റെ മോഡൽ നമ്പർ UHZ 68LV എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് പ്രീവിയസ് മോഡൽ UHZ 65LV ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയിട്ട് ഏകദേശം 2021 തോന്നുന്നു. അതും ഈ പറഞ്ഞ മാതിരി ലേസർ പ്രൊജക്ടറായിരുന്നു, അടിപൊളി പ്രൊജക്ടറായിരുന്നു. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ റിസീവറും നമ്മുടെ സ്ട്രീമിംഗ് ഡിവൈസസ് എല്ലാം ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഗാഡ്ജറ്റുകളാണ് അല്ലെങ്കിൽ അപ്ലയൻസസുകളാണ്. പക്ഷേ ഞങ്ങളുടെ പ്രൊജക്ടർ ഇതുവരെ ഇറങ്ങിയ ഒരൊറ്റ പ്രൊജക്ടറിലും ഡോൾബി വിഷൻ സപ്പോർട്ടില്ല. ഓഫ്കോഴ്സ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രാൻഡഡ് പ്രൊജക്ടേഴ്സ് ആണ്. അല്ലാതെ പിന്നെ വേറെ പല ബ്രാൻഡ്സും അതും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഐവോൾ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മീൻസ് ഒരു അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടർ ഉണ്ട്, അതിൽ ഡോൾബി വിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ XGIMI എന്ന പ്രൊജക്ടർ ഡോൾബി വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യം, ഈ അത്രയും പ്രസിദ്ധമല്ലാത്ത കമ്പനികൾക്ക് വരെ ഡോൾബി വിഷൻ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് ബ്രാൻഡഡ് പ്രൊജക്ടേഴ്സ് ഡോൾബി വിഷൻ്റെ ചെയ്യാൻ പറ്റുന്നില്ല? അതല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അവരുടെ പ്രൊജക്ടർ HDR10 അഥവാ HDR10+ അഥവാ HLGയിൽ ലിമിറ്റ് ചെയ്യുന്നു എന്ന് അന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയെടുത്തോളം ഡോൾബിൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം അവരുടെ പേറ്റന്റ് ആണ്. അവരുടെ പേറ്റന്റ് റൈറ്റ്സ് കിട്ടണമെങ്കിൽ നല്ല കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പേറ്റന്റ് റൈറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നല്ലൊരു തുക കമ്പനിക്ക് പേറ്റന്റ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ഈ ഒരു എന്താ പറയുക മെഷീൻ വീട്ടെത്തുമ്പോഴത്തേക്കും നല്ലൊരു തുക കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ചില നിബന്ധനകൾ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് നിബന്ധനകൾ ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഡോൾബി. അതായത് ഇപ്പം ഇത്ര വലിയ ഇമേജ് ആണെങ്കിൽ ഇന്ന രീതിയിൽ അതിൻ്റെ കളർ പാലറ്റ് ഉണ്ടായിരിക്കണം, ഇന്ന രീതിയിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് വേണം, അതിൻ്റെ ലുമൻസ് ഇത്ര ആയിരിക്കണം. ഇപ്പം ഇത്തരത്തിലുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. പ്രൊജക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് TV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഒബിയസ്ലി എല്ലാ ഇതിലും ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ബ്ലാക്ക് ലെവൽസിൻ്റെ കാര്യത്തിലും എപ്പോഴും TV തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ വിജയിക്കുക, യാതൊരു സംശയവുമില്ല. ഒരു വെൽ ലിറ്റ് റൂം അല്ലെങ്കിൽ ഒരു ആംബിയൻറ്റ് ലൈറ്റ് ഉള്ള റൂമിൽ TV തന്നെയാണ് എപ്പോഴും ഷൈൻ ചെയ്യുക. പ്രൊജക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സിനിമാറ്റിക് ഫീൽ അല്ലെങ്കിൽ ആ ഒരു വലിയ സ്ക്രീൻ, ബിഗ് സ്ക്രീൻ എന്റർടൈൻമെന്റ് എന്നുള്ള ലെവലാണ് പ്രൊജക്ടേഴ്സിന് വരുന്നത്. അതിൽ തന്നെ ഹൈ എൻഡ് പ്രൊജക്ടേഴ്സ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 90% TV-നടുത്ത് വരും, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഇന്നത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ, അതായത് ഒപ്റ്റോമ UHZ 68LV കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് 5000 ലുമൻസ് ആണ് അതിന്റെ ബ്രൈറ്റ്നസ്. നമുക്ക് ഇവർക്കറിയാം പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നസ് റൂമിനനുസരിച്ചിട്ടായിരിക്കാം. ഒരു ഡെഡിക്കേറ്റഡ് റൂം, ടോട്ടലി പിച്ച് ഡാർക്ക് റൂമാണ് 1500 ലുമൻസ് മുതൽ മേലോട്ട് 2000 ലുമൻസ് വരെ ധാരാളമാണ്. അതല്ല, ലൈറ്റ് അത്യാവശ്യം നിങ്ങളുടെ റൂമിലേക്ക് ബ്ലീഡ് ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ലീക്ക് ഇൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളൊരു ഹാളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ 2000 ലുമൻസ് മതിയാവില്ല. അപ്പോൾ 3500 4000 ലുമൻസ് വരെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പം എൻ്റെ പുറകിലുള്ള പ്രൊജക്ടർ ഒപ്റ്റോമയുടെ HD 29 പ്രൊജക്ടർ 3500 ലുമൻസ് ആണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി 6 വർഷം ഞാൻ ഉപയോഗിച്ചു. എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും
എനിക്കതിൽ കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി പിക്ചറുമാണ്. അപ്പോൾ ഒക്ടോമനെ കുറിച്ച് പൊതുവെ എനിക്ക് നല്ല ഹൈ റിഗാർഡ്സ് ആണ്. പക്ഷേ ലേറ്റ്ലി അതിൻ്റെ മറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ട് തുടങ്ങിയിട്ടുള്ളത് എന്താ എനിക്കറിയാൻ വരാം. അപ്പം 5000 ലൂമൻസിൻ്റെ ബ്രൈറ്റ്നസ്സും ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇത് പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ എന്താ പറയുക പ്രൊജക്ടറും കൂടിയാണ്, റെപ്യൂട്ടഡ് കമ്പനിയിലുള്ള പ്രൊജക്ടറും കൂടിയാണ്. അപ്പം ആ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ എപ്സണും ബെൻക്യൂക്കൊക്കെ ഒരു അടിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് അവർക്കറിയാം ഇപ്പോഴത്തെ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് പ്രൊജക്ടേഴ്സിൽ എന്തുകൊണ്ടാണ് ഒരു 3D ഒഴിവാക്കിയിട്ടുണ്ട്. മിക്ക കമ്പനികളും 3D ഒഴിവാക്കിയിട്ടാണുള്ളത്. എപ്സന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലേസർ പ്രൊജക്ടേഴ്സിലും 3D ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസൊക്കെ അത് JVCയിലും ഇല്ല. JVCയിൽ വളരെ ഹൈ ഹെൻഡ് ആയിട്ടുള്ള പ്രൊജക്ടേഴ്സിലൊക്കെയാണ് പിന്നെ 3D ഉള്ളത്, ലേസർ പ്രൊജക്ടേഴ്സ്. അത് JVC പിന്നെ നമ്മുടെ റേഞ്ചിൽ എത്തുന്ന കാര്യമല്ല, അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ ഒക്ടോമ UHZ 68LVയിൽ 3D സപ്പോർട്ടും കൂടിയാണ്, ലേസർ പ്രൊജക്ടറും കൂടിയാണ്, 3D സപ്പോർട്ടും കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ HDR10, HDR10+, HLG എന്നുള്ള ഫോമാറ്റ്സിന് സപ്പോർട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡ്, അതിപ്പം ഒരുവിധം എല്ലാ പ്രൊജക്ടേഴ്സിലും അത് കാണുന്നുണ്ട്. കഴിഞ്ഞ BenQ 5800ലും അതുണ്ട്. ഇത് മീൻസ് വിതൗട്ട് എനി ആർട്ടിഫിഷ്യൽ എന്താ പറയുക പ്രോസസ്സിങ്, നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും അതിൻ്റെ രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എൻ്റെ ഈ ഡയറക്ടേഴ്സ് ഇൻറ്റൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടാതെ HDMI 2.1 സപ്പോർട്ടും കൂടി ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഗെയിമിങ്ങിനും കൂടി ഈ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രൊജക്ടറിൻ്റെ വില ഏകദേശം $6000 പറയുന്നത്. പിന്നെ US ഇത് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, ഇന്ത്യയിൽ ഇത് വരാനായിട്ടില്ല. അപ്പോൾ എപ്സന് തീർച്ചയായിട്ടും ഒരു അടി ആയിട്ടിത് വരും. കാരണം അവർക്കൊന്നാമത് 3D ഇല്ല, രണ്ടാമത് ഡോൾബി വിഷൻ എന്ന് പറഞ്ഞ സംഭവം വേറൊരു പ്രൊജക്ടേഴ്സിലും ഇല്ല. അപ്പോൾ ഇനി അടുത്ത പിന്നെ തലമുറ വരുന്ന പ്രൊജക്ടേഴ്സ് എല്ലാവർക്കും എല്ലാ കമ്പനികളും ഡോൾബി വിഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഡോൾബി വിഷനും 3Dയും HDR10ഉം HDR10+ഉം HLGയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എല്ലാമായി, പിന്നെ ഒന്നും നോക്കാനില്ല. ഓക്കെ. അപ്പം പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത 360 ഡിഗ്രിയിലാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രൊജക്ടർ എങ്ങനെ വേണം പ്ലേസ് ചെയ്യാം. ഓക്കെ, മേലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യാം, എങ്ങനെ വേണം പ്രൊജക്റ്റ് ചെയ്യാം, യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിൻ്റെ ലെൻസിൽ 1.6 സൂമാണ് ഇതിൻ്റെ സൂമിങ് കപ്പാസിറ്റി. അതുപോലെ തന്നെ ഹൈറ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കീസ്റ്റോൺ അല്ല പിക്ചർ ഷിഫ്റ്റിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ HDR Pro അതുപോലെ HDR ടോൺ മാപ്പിംഗ് കൂടി ഈ ഒക്ടോമയുടെ പ്രൊജക്ടറിലുണ്ട്. അതുകൊണ്ട് അതിനൂതനമായ ഗംഭീരമായ ഒരു 4K സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ പ്രൊജക്ടറിന് നൽകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയി വരുന്ന ജോസ് ആയിരിക്കും. ബൈ.